ഇന്നത്തെ കഥ ചൂണ്ടിപ്പലക. ആട്ടെ, ഈ ആണ്ട് പുതുമഴയ്ക്ക് ഞാൻ സ്വന്തം കണ്ടത്തിൽ കരി കൊളുത്തും, ഉറച്ചു. യോഗക്ഷേമ സഭയുടെ ഓങ്ങല്ലൂർ വാർഷിക യോഗം കഴിഞ്ഞു മടങ്ങുമ്പോൾ തുപ്പൻ വിചാരിച്ചു. EMSന്റെ അധ്യക്ഷ പ്രസംഗത്തിലെ സ്പിരിറ്റ് അയാളുടെ തലയിൽ ഇപ്പോഴും ഓളം കൊണ്ടിരുന്നു. അതിന്റെ അലയടിയിൽ നിന്നാണ് തുപ്പൻ ഈ നിലയിലെത്തിയത്. ജന്മിത്വത്തിലും ബ്രാഹ്മണ്യത്തിലും ജീവിച്ചു പോന്ന കഴിഞ്ഞ കാലങ്ങളെ പറ്റി ഓർത്തപ്പോൾ അയാൾക്ക് നാണം തോന്നി. ക്ഷണിക്കാതെ ഇല്ലങ്ങളിൽ കയറി ചെന്ന് തിക്കിത്തിരക്കി ആവണപ്പലകമേൽ കയറിക്കൂടി ദാനവും പ്രതിഗ്രഹവും വാങ്ങാനായി നമ്പൂതിരിമാർ കാട്ടിക്കൂട്ടാറുള്ള ഗോഷ്ഠികളെ അയാൾ അനുസ്മരിച്ചു. ആ നികൃഷ്ട ജീവിതത്തെ അയാൾ വെറുത്തു. കൂട്ടുകുടുംബത്തോടൊട്ടി നിന്നിരുന്ന കാലത്ത് എന്തെങ്കിലും തൊഴിൽ പ്രവേശിച്ച് 4 കാശ് സമ്പാദിക്കാൻ നോക്കാതെ ആ നല്ല കാലം തുലച്ചതിൽ അയാൾ കുണ്ഠിതപ്പെട്ടു. സാമ്പത്തിക വിഷമതകൾ നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നത് എന്തുകൊണ്ടാണെന്ന് അയാൾ കൂടെ കൂടെ ചിന്തിക്കാറുണ്ട്. അടുത്ത കുറച്ചു മാസങ്ങളായി അതിന് സമയമുണ്ടാവാറില്ല. ഈ നിലയ്ക്ക് ഇത് എവിടെ ചെന്നെത്തുമെന്ന് അയാൾ ഭയപ്പെടാറുണ്ട്. പരാശ്രമം കൂടാതെ ജീവിക്കുവാൻ വകയുണ്ടെന്നായിരുന്നു ഭാഗം കഴിഞ്ഞു പിരിയുമ്പോൾ അയാൾക്കുണ്ടായിരുന്ന ധാരണ. ഉണക്കവും വെള്ളക്കേടും തട്ടാതെ 20ലധികം മേനി വിളയുന്ന ഏതാനും ഇരിപ്പുകളിൽ നിലവും കുറെ തരിശു പറമ്പും അയാൾക്ക് ഭാഗത്തിൽ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. പക്ഷേ സൂചിക്ക് കുത്താൻ കൈവശമില്ല. ആദ്യകാലങ്ങളിൽ പാട്ടം കൊണ്ട് തന്നാണ്ട് ഭക്ഷണ ചിലവ് അരിഷ്ടിക്കാതെ നിവർത്തിച്ചു പോന്നിരുന്നു. ഇപ്പോൾ കുടുംബം വർദ്ധിച്ചു. ഇറുക്കി പിടിച്ചാൽ തന്നെ വിഷുവരെ എന്ന മട്ടായി. വാണിയംകുളം ചന്ത കഴിഞ്ഞ് കന്നാലികളെ തെളിച്ചുകൊണ്ട് ഒരു കൂട്ടം കൃഷിക്കാർ അയാളെ അതിലംഘിച്ച് കടന്നുപോയി. ആ മാട്ടിൻ കൂട്ടത്തിൽ അയാളുടെ കണ്ണു പതിഞ്ഞു. അധ്വാനശീലരായ കൃഷിക്കാരുടെ സ്വതന്ത്ര ജീവിതത്തിൽ അയാൾക്കൊരഭിനിവേശമുണ്ടായി. തന്റെ അയൽപക്കത്തുള്ള കൃഷിവല കുടുംബങ്ങളിലെ ചെറുബാല്യക്കാരുടെ വിരിമാറൊത്ത ദേഹപ്രകൃതിയും അവരുടെ ശൂളം വിളിച്ചു നടക്കുന്ന ഉന്മേഷശീലവും അയാൾക്ക് ഓർമ്മ വന്നു. ചേറാണ്ട കണ്ടങ്ങളിൽ ഇറങ്ങി ഈർച്ചമരത്തിന്മേൽ കയറി നിന്ന് ഇടം കൈ കന്നിൻ പുറത്തൂന്നി വലം കൈയിലുള്ള മുടിങ്കോലാട്ടി കണ്ടം കുലുങ്ങുമാറ് കാളക്കിടാങ്ങളെ പാട്ടുപാടി തെളിച്ച് വട്ടം ചുറ്റിക്കുന്നതും അവയുടെ മിടുക്കിനെപ്പറ്റി അന്യോന്യം വീമ്പിളക്കുന്നതും അയാൾ പലപ്പോഴും നോക്കി നിന്നിട്ടുണ്ട്. തുണിത്തുമ്പുകളിൽ പുറം മൂടി കാൽമുട്ടുകളിൽ കൈകളൂന്നി വരി വരിയായി കൃഷിവല സ്ത്രീകൾ നിരന്നു നിൽക്കുന്നതും കഴിഞ്ഞ രാത്രിയിൽ കഴിച്ചുകൂട്ടിയ സംഗതികളെ പരസ്പരം പറഞ്ഞ് രസിച്ചുകൊണ്ട് തെരുതെരെ നട്ടുനീങ്ങുന്നതും അയാൾ നോക്കി കണ്ടിട്ടുണ്ട്. കരിയിട പേർന്ന നെൽക്കണ്ടങ്ങൾ ഉണക്കാനിട്ട പച്ച കലാസു പോലെ ഇളം കാറ്റിലുലഞ്ഞുലയുന്നതും കോടക്കോറഴിഞ്ഞ നീലാകാശത്തിൽ പഞ്ഞിക്കെട്ടുപോലെയുള്ള വെള്ളി മേഘങ്ങൾ ഭൂമണ്ഡലത്തിൽ നിഴൽ പരത്തിക്കൊണ്ട് അതിവേഗം പാഞ്ഞു പോകുന്നതും തേമ്പി വെടുപ്പാക്കിയ വലിയ വരമ്പത്ത് കയറി നിന്ന് അയാൾ നോക്കിക്കണ്ടിട്ടുണ്ട്. അയാൾ അഗാധമായ മനോരാജ്യത്തിലാണ്ടു. കൃഷി ഒഴിഞ്ഞു മേടിക്കണം, സാധു കൃഷിക്കാരെ ദ്രോഹിക്കാതെയും കഴിക്കണം, ആരെ സമീപിക്കണം, എങ്ങനെ കാര്യം നേടണം. അയാൾക്ക് അവ്യക്തമായ ചില ഉപായങ്ങൾ തോന്നി. അയാളൊന്ന് നിശ്വസിച്ചു. ആ ഉത്സാഹം അയാളുടെ നടത്തത്തിന് വേഗം കൂട്ടി. സമയം പോയതും വഴി നീങ്ങിയതും അയാൾ അറിഞ്ഞില്ല. കൃതധൈര്യനായി അയാൾ ഇല്ലത്ത് കയറി ചെന്നു. തുപ്പന്റെ കാൽപെരുമാറ്റം കേട്ട് അന്തർജനം പൂമുഖത്തിന്റെ വാതിൽ തുറന്നു. വാർഷിക യോഗത്തിൽ പങ്കെടുക്കാൻ കൂട്ടാക്കാത്തത് കൊണ്ട് മടങ്ങി വന്നാൽ ഉണ്ടാവാൻ പോകുന്ന ഭയങ്കരമായ യാതനകളെപ്പറ്റി വേദനിച്ച് ഭയചകിതയായ അന്തർജനം ആദ്യത്തെ എടുത്തുചാട്ടത്തിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കണ്ട എന്ന് കരുതി വാതിലിന്റെ പിന്നിൽ മറഞ്ഞു നിന്നു. അച്ഛൻ എനിക്ക് മധുരനാരങ്ങ കൊണ്ടുവന്നിട്ടില്ലേ? 4 വയസ്സ് പ്രായമായ ഭാനു പാതി തിന്ന ചുട്ട മധുരക്കിഴങ്ങ് ദൂരത്തെറിഞ്ഞ് അച്ഛന്റെ ഗാന്ധി സഞ്ചി പിടികൂടി. കൃഷ്ണനെ ഇത്രത്തോളം ഒന്ന് കൂട്ടിക്കൊണ്ടുവരണം, ആരെയെങ്കിലും ഒന്നയക്കാൻ പറ്റോ? തുപ്പൻ അകത്തുള്ള ആളോട് ചോദിക്കുന്നതിനിടയിൽ 2-4 മധുരനാരങ്ങയും പട്ടാളവേഷത്തിൽ സല്യൂട്ട് ചെയ്യുന്ന സുഭാഷ് ചന്ദ്രബോസിന്റെ കാർഡ് സൈസിലുള്ള ഒരെണ്ണ ഛായാചിത്രവും ഉണ്ണിയുടെ കയ്യിൽ വെച്ചുകൊടുത്തു. ആഹ്ലാദചിത്തനായ ഉണ്ണി ആ മനോഹരമായ ചിത്രം കണ്ടിട്ട് 1000 ചോദ്യങ്ങൾ ചോദിച്ചു. ഉത്കണ്ഠാകുലനായ ഉണ്ണിയെ ഒക്കത്തെടുത്ത് ഒരു ഉപബോധ മനസ്ഥിതിയോടുകൂടി ചില സമാധാനങ്ങളെ കൊണ്ട് അയാളെ സാന്ത്വനപ്പെടുത്തി. ഘോഷ കളഞ്ഞ് വാർഷിക യോഗത്തിൽ സംബന്ധിക്കുവാൻ തന്റെ കൂടെ പുറപ്പെടാത്തത് കൊണ്ട് ശുണ്ഠിമൂത്ത് അതിനായി പ്രത്യേകം തുന്നിവച്ചിരുന്ന ബ്ലൗസ് ചീന്തി വലിച്ചെറിഞ്ഞ് മുഖം വീർപ്പിച്ചിറങ്ങിപ്പോയ ഭർത്താവ് ഇത്ര ശാന്തനായും ഉന്മേഷശാലിയായും മടങ്ങി വന്നത് കണ്ടപ്പോൾ അവളുടെ ഹൃദയം ഒന്ന് കുളിർത്തു. എന്താ വിശേഷം? എന്തിനാ കൃഷ്ണനെ വരുത്തുന്നത്? ഞാൻ ചായ ഉണ്ടാക്കട്ടെ? ആത്യമാർ അടുക്കളയിലേക്ക് നടന്നു. ചായ എനിക്കും വേണം. അച്ഛന്റെ ഒക്കത്തിൽ നിന്ന് ഭാനു ഉരസി ഇറങ്ങി തുള്ളിച്ചാടിക്കൊണ്ട് അമ്മയുടെ മുമ്പിൽ കടന്നു. നടക്കോ നിശ്ചയില്ല, ഒന്ന് പരീക്ഷിക്കട്ടെ. എന്തായാലും ഞാൻ ഒഴിക്കാൻ ഭാവല്ല. തുപ്പൻ ആത്യമാരെ അനുഗമിച്ചു കൊണ്ട് പറഞ്ഞു. ആത്യമാർ തീ പൂട്ടാൻ തുടങ്ങി.
തുപ്പൻ ഒരാവണ പലകമേൽ ചുമരും ചാരിയിരുന്ന് വാർഷിക യോഗത്തിലെ നടപടികൾ വർണ്ണിക്കാൻ തുടങ്ങി. ആത്തേമാൾ ആരൊക്കെ ഉണ്ടായിരുന്നു? ഇതറിയാനായിരുന്നു മിസ്സിസ് തുപ്പന്റെ ഉത്കണ്ഠ. അതൊക്കെ ശിണ്ടാർന്നു. ഇല്ല പേരുമൊന്നും എനിക്കറിയില്ല. അയാളുടെ ദൃഷ്ടിയിൽ അക്കാര്യം അപ്രധാനമായിരുന്നു. തനിക്ക് പറയാനുള്ളത് ഇതായിരുന്നു: പ്രവേശനദ്വാരത്തിന്റെ ആകൃതി വൈശിഷ്ട്യം, അതങ്ങനെ തന്നെ നിർമ്മിച്ചതിൽ അന്തർഭവിച്ചു കിടക്കുന്ന സാമുദായിക സവിശേഷതകൾ, നമ്പൂതിരി മനുഷ്യനാവണമെന്ന അധ്യക്ഷ പ്രസംഗത്തിന് ശേഷം സദസ്സിൽ കണ്ട ഭാവപകർച്ച, എല്ലാം തുപ്പൻ സോത്സാഹം വിവരിച്ചു കൊടുത്തു. തുപ്പന്റെ പ്രസംഗത്തിനിടയിൽ മർമ്മസ്പൃക്കായ ഭാഗങ്ങൾ ഉള്ളിൽ തട്ടിയതുകൊണ്ടാകാം ആത്തേമാർ കൂടെ വസ്ത്രത്തിന്റെ കോന്തല കൊണ്ട് കണ്ണു തുടച്ചിരുന്നു. ആവേശപൂർവമായ ഈ പെരുമാറ്റത്തിൽ അമ്പരന്ന് ഭാനു അച്ഛന്റെയും അമ്മയുടെയും മുഖത്ത് ഒരു ദൃക്സാക്ഷിയുടെ നിലയിൽ മാറി മാറി നോക്കിക്കൊണ്ടു നിന്നു. ചായ കുടിക്കുന്നതിനിടയിൽ താനൊരു കൃഷിക്കാരനാവാൻ പോകുന്ന തന്റെ ദൃഢനിശ്ചയത്തെ തുപ്പൻ വ്യക്തമാക്കി. എന്താ, തരക്കേടുണ്ടോ? അയാൾ എഴുന്നേറ്റു. ഒന്നുമില്ലെങ്കിൽ വട്ടിയും കൊട്ടയും കൊണ്ട് പട്ടാളക്കാരുടെ പടി കയറി ഇറങ്ങേണ്ടല്ലോ. അന്തർജനം സമാശ്വസിച്ചു. എന്നാൽ ഇത്തവണ ഞാനത് പറ്റിക്കും. തുപ്പൻ ആ രംഗം ഇങ്ങനെ ഉപസംഹരിച്ചു.